Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ cheesy chicken bread cups ന്റെ റെസിപ്പി കാണാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ബ്രെഡ് കപ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രെഡിൻ്റെ 4 അരികും കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന ബ്രെഡാണ്, സ്ലൈസ് ചെയ്ത് കിട്ടുന്ന ബ്രെഡാണ്. അതിൻ്റെ 4 അരികും കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതേപോലത്തെ കപ്പ് കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. അതാദ്യം ഒന്ന് ചെറുതായിട്ട് ബട്ടർ ചെയ്യണം. ബട്ടർ അപ്ലൈ ചെയ്ത ശേഷം ഇത് മാറ്റി വെക്കാം. ഈ ബാക്കിയുള്ള ബട്ടറിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർക്കുകയാണ്. വെളുത്തുള്ളി ഒരു 4 അല്ലി ചതച്ചതാണ്. കൂടാതെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ പാഴ്സ്ലിയോ ചേർക്കാം. ഞാൻ ഇച്ചിരി പാഴ്സ്ലിയോ ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന അൺസോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് സ്ലൈസസിൽ ഓരോന്നും ബട്ടർ അപ്ലൈ ചെയ്യാം. ഇതേപോലെ എല്ലാ സ്ലൈസസിലും നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്യാം. ഇനി ഓരോ സ്ലൈസസും നമ്മുടെ ഈ ട്രേയിൽ അറേഞ്ച് ചെയ്യാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ള സ്ലൈസസ് എല്ലാം അറേഞ്ച് ചെയ്യാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിടുക 10 മിനിറ്റ്. അതിനുശേഷം ഇത് വെച്ചിട്ട് ഒരു 8 to 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, അതാണ് നോക്കുന്നത്. ബ്രെഡ് കപ്സ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒലിവ് ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള ചേർക്കാം, ചോപ്പ് ചെയ്തത്. സവോളയൊക്കെ ഇതേപോലെ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. 3/4 കപ്പ് ചിക്കൻ. ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ബോൺലെസ് ചിക്കൻ സൈസാണ്. എല്ലില്ലാത്ത ഏത് പീസ് നമുക്ക് ഉപയോഗിക്കാം. ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ചിക്കന് പകരം പ്രോൺസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഏകദേശം 150 ഗ്രാം ആയിരിക്കും ചിക്കൻ എടുത്തേക്കുന്നത്. ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് മഷ്റൂമും കൂടെ ചേർക്കാം. ഒപ്പം തന്നെ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്,
ഇതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർക്കുകയാണ്. ഫ്രഷ് ടൊമാറ്റോ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയ ശേഷം അതിനകത്തേക്ക് ഒരു ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ച ശേഷം ഡയറക്റ്റ് വേണമെങ്കിലും ചേർക്കാം. ഒരു ചെറിയ ടൊമാറ്റോ അടിച്ചാൽ മതി. അല്ലെങ്കിൽ അതിന് പകരം 3 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കൂടെ ചേർക്കാം. 1/4 കപ്പ് ക്യാപ്സിക്കം. ഓഫ് ചെയ്യാം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഹെർബ്സ് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് പാഴ്സ്ലി ആണ്. അതേപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കൊടുക്കുക എരിവിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. നമ്മൾ കപ്സ് എല്ലാം ബേക്ക് ചെയ്തെടുത്തു. ബ്രെഡ് കപ്സ് ഇതേപോലെ കിട്ടും. ഇതിനകത്ത് ഫില്ലിംഗ് കൊടുക്കാം. ഇതേപോലെ എല്ലാ കപ്സും ഫില്ല് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചീസ് സ്പ്രിങ്കിൾ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് മോസറല്ലയാണ്. മോസറല്ലയ്ക്ക് പകരം പ്രോസസ്ഡോ ചെഡാറോ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ ബ്രെഡ് കപ്സ് കുക്ക് ചെയ്ത സമയത്ത് അവൻ ചൂടായി കിടക്കുമായിരിക്കുമല്ലോ. ആ സെയിം അവനിൽ വെച്ച് തന്നെ 180 ഡിഗ്രിയിൽ ഒരു 6 to 8 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ഇത് നമ്മൾ നോക്കുന്നത് ചീസ് മെൽറ്റായിട്ട് വരണം. അതാണ് നോക്കുന്നത്. ചീസി ചിക്കൻ ബ്രെഡ് കപ്സ് ഒക്കെ റെഡിയാണ്. അവനിൽ നിന്ന് എടുത്തു വെച്ച് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായി. ആ ചൂടോടെ എടുക്കുമ്പോൾ നല്ല ചീസൊക്കെ നല്ല മെൽറ്റ് ചെയ്ത് വരും. ഈ ഒരു തരത്തിൽ പുറത്ത് നല്ലൊരു ക്രിസ്പ് ടെക്സ്ചറും അകത്ത് നല്ല സോഫ്റ്റ് ഫില്ലിങ്ങും ആയിരിക്കും. ഇതേപോലെ വരും. ചീസൊക്കെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.